നമസ്കാരം. ഹിസ്ബുള്ള തുടർച്ചയായി ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹസൻ നസ്രുള്ള പറഞ്ഞത് വെള്ളിയാഴ്ച ഞങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്നാണ്. അതായത് ഒരു പൂ കൊടുക്കും എന്ന് മാത്രമേ ഹസൻ നസ്രുള്ള പറഞ്ഞുള്ളൂ. ഇവിടെ ഹിസ്ബുള്ളയുടെ പോരാളികൾ ഇസ്രായേലിന് ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി ആക്രമണങ്ങളാണ്. നേരത്തെ ഒരു ഇസ്രായേൽ മിലിറ്ററി ബേസിന് നേരെ ശക്തമായ രീതിയിലുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരുന്നു. അതായത് വെള്ളിയാഴ്ച അത്ഭുതപ്പെടുത്തുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ 100ഓളം മിസൈലുകളാണ് ഇസ്രായേലിനകത്തേക്ക് അയച്ചത്. വലിയ അലർച്ചകളും അട്ടഹാസങ്ങളുമാണ് അയൺ ഡോമിനെ മറികടന്ന് ഈ മിസൈലുകൾ ചെല്ലുന്ന സമയത്ത് ഇസ്രായേലിനകത്തു നിന്നും ഉയർന്നു വന്നത്. അത്ര ശക്തമായ മാരകമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ്. നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വെള്ളിയാഴ്ചക്ക് ശേഷം ശനിയാഴ്ചയും ഹിസ്ബുള്ള ആക്രമണം തുടരുകയാണ്. ലെബനൻ മേഖലയിൽ ഇസ്രായേൽ ഒരു ആക്രമണം ഹിസ്ബുള്ളക്ക് നേരെ നടത്തിയിരുന്നു. 4ഓളം വരുന്ന ഹിസ്ബുള്ള പോരാളികളെ വകവരുത്തുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത സമയം തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. കിര്യാത്ത് ഷിമോണ എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്രായേലിന്റെ മിലിറ്ററി ബേസിന് നേരെയാണ് ഹിസ്ബുള്ള ഇത്തവണ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ റോക്കറ്റ് ആക്രമണത്തിൽ വലിയ നഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വിവരം. അതായത് നിരവധി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങൾക്കുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അതായത് ഹിസ്ബുള്ള വിടാൻ തീരുമാനമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ ശക്തമായ രീതിയിൽ ഹിസ്ബുള്ളക്ക് ആവശ്യമായ ആയുധങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി വരികയാണ്. ഹമാസ് ചെറുത്തുനിൽപ്പും പ്രത്യാക്രമണവും ഒരേ രീതിയിൽ നടത്തുന്ന സമയത്ത് ഹിസ്ബുള്ള ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും ഹിസ്ബുള്ളയെ ഏതെങ്കിലും രീതിയിൽ തളയ്ക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്ന പ്രഖ്യാപനം കൂടെ കഴിഞ്ഞ ദിവസം ഹസൻ നസ്രുള്ളയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. അതിന്റെ മുന്നോടിയായി അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് അയൺ ഡോമുകൾ പലതും നിശ്ചലമാക്കി എന്നുള്ളതാണ്. ഇസ്രായേൽ IDF ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് പോലും ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെയാണ് അയൺ ഡോമുകൾ നിശ്ചലമായത്? എന്തുകൊണ്ടാണ് മിസൈലുകളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ റോക്കറ്റുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോമുകൾക്ക് കഴിയാത്തത്? കൊട്ടിഘോഷിച്ച് അവർ കൊണ്ടുവന്ന ഈ ഒരു പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഇങ്ങനെ തകർന്നു പോയത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ഇസ്രായേൽ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ അന്വേഷണം നടന്നു വരികയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇടതടവില്ലാതെ ഇസ്രായേലിനകത്തേക്ക് മിസൈലുകളും റോക്കറ്റുകളും പായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മറ്റൊരു ഭാഗത്ത് ഹമാസ് ബന്ദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദികളുടെ വീഡിയോ സന്ദേശം, അതായത് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ ഇവിടെ നിന്ന് മോചിപ്പിക്കണം, ഞങ്ങളുടെ മോചനമല്ല ഇസ്രായേൽ ഭരണാധികാരികളുടെ ലക്ഷ്യം. അവർക്ക് പരസ്പരം യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അവർ ആളുകളെ കൊന്നൊടുക്കുകയാണ്, സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ്. ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട്, അധികം വൈകാതെ ഞങ്ങളൊക്കെ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഹമാസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ്, ഹമാസ് ഭരിക്കാൻ പാടില്ല എന്ന ഒരു കാര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. ജോ ബൈഡൻ ഈ ഒരു കരാറിന് ആവശ്യമായ പിന്തുണയും കൊടുത്തിരുന്നു. എന്നാൽ ഒരു നാണയത്തിന്റെ മറുവശം എന്ന രീതിയിൽ തന്നെ ഹമാസ് തിരിച്ചടിച്ചിരിക്കുകയാണ്. ആദ്യമേ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് ഇസ്മായിൽ ഹനിയ പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഈ ബന്ദികളെ വെച്ച് ഇവരും കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ കൂടുതൽ കളിച്ചാൽ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആളുകളിലെ സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, സൈനിക ഓഫീസർമാരുണ്ട്, അവരെ വകവരുത്താൻ തന്നെയാണ് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സംഭവിച്ചാൽ ഇസ്രായേൽ ഇവിടെ ഹമാസിന് ഭരണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ഇസ്രായേൽ ഒരു കളി കളിച്ചത്. എന്നാൽ ആ കളിക്ക് മറുപടി എന്നോണമാണ് ബന്ദികളെ വെച്ച് ഹമാസ് ഒരു കളി അങ്ങോട്ട് കളിച്ചത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ബന്ദി ഇത്തരത്തിലൊരു സന്ദേശം, വീഡിയോ സന്ദേശം പ്രചരിച്ച സാഹചര്യത്തിൽ
ഒരു ബന്ദിയെങ്കിലും മരിച്ചാൽ ഇസ്രായേലിനകത്ത് വലിയ കലാപം നടക്കും. ഇസ്രായേൽ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ പോകുന്നത് ഇസ്രായേലിനകത്താണ്. ഫലസ്തീനകത്ത് ഹമാസിനെതിരെ സാധാരണക്കാരെ തിരിച്ചുവിടാൻ ഇസ്രായേൽ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും. അതേസമയം ഹമാസിന് അല്ലെങ്കിൽ ഇവിടെ ഹിസ്ബുള്ളക്ക് അതിന് അത്ര വലിയ പ്രയാസമുണ്ടാകില്ല. ഹിസ്ബുള്ള ഒരു ഭാഗത്ത് ശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ ഹമാസ് ഇവിടെ ഈ ബന്ദികളെ വെച്ച് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സന്ദേശം വ്യാപകമായി വൈറലായ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ബന്ദിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരുക്കുകളോ മരണമോ സംഭവിച്ചാൽ ഇസ്രായേലിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഈ അടുത്തിടെ നടന്നിരുന്നു. ഇനി വരാൻ പോകുന്നത് ഒരു വലിയ കലാപമാണ്. ഈ ഒരു കലാപത്തിലൂടെ ഇസ്രായേലിനകത്തേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം കാത്തിരിക്കുന്ന ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പോരാളികൾ ആ ഒരു നടപടി നല്ല രീതിയിൽ തന്നെ അവർ പൂർത്തിയാക്കും. അതിനുവേണ്ടിയുള്ള ഒരു കളി തന്നെയാണ് അവർ കളിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും ഇസ്രായേൽ മനസ്സിൽ കണ്ടത് ഹമാസും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇറാനും ഹൂത്തികളും ഒക്കെ മാനത്ത് കണ്ടു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ പരാജയത്തിലേക്ക് പോകുന്നു എന്ന ഒരു തോന്നൽ അവർക്ക് വീണ്ടും വന്നിരിക്കുന്നു. ആ ഒരു പരാജയം അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വെടിനിർത്തൽ കരാറുമൊക്കെയായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ കരാറൊന്നും വിലപ്പോകാനുള്ള ഒരു സാധ്യതയുമില്ല. അത് മറ്റൊരു നാടകമാണ്. പരാജയം അടുത്തു വരുമ്പോഴുണ്ടാകുന്ന ഇസ്രായേലിന്റെ സാധാരണ കളികളുടെ ഭാഗമായിട്ടുള്ള ഒരു നാടകം മാത്രമാണ് എന്ന് ഹമാസും അതുപോലെ തന്നെ ഈ വിഷയവുമായി യുദ്ധ വിഷയങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രമുഖരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കനത്ത തിരിച്ചടി ഇസ്രായേലിന് വരും ദിവസങ്ങളിലും കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇസ്രായേൽ അത് ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.